കിട്ടും. ആണ് അള്ള പറഞ്ഞ വാക്കല്ലേ, ഒരു പ്രത്യേക സമുദായത്തിൽ കിട്ടുമ്പോൾ എല്ലാവരും കിട്ടും കേട്ടോ. ആ ശരി, ഓക്കെ അല്ല, അല്ലാണ്ട് എന്താ ചെയ്യാനാ? അങ്ങനെയെങ്കിലും അമ്മമാർക്ക് കൂടെ 2 പഠിക്കട്ടെ. കേട്ടിട്ടും പഠിച്ചില്ല, കൊണ്ടിട്ടെങ്കിലും പഠിക്കട്ടെ, അല്ലാണ്ട് ഇത് പഠിക്കുന്നില്ല. ഖുർആനുമായിട്ട് ബന്ധമില്ല മക്കളെ. അതാണ് രസം. ആളുകൾക്ക് വീസ് കിട്ടണം. ആളും പേര് എൻ്റെ മോളും അല്ല സെലിബ്രേറ്റ് ചെയ്യുക, എൻ്റെ മോള് സെലിബ്രേറ്റ് ചെയ്യുക, എൻ്റെ മോളപ്പോൾ എടുത്താള്, എൻ്റെ മോള് എടുത്താള്. ആ തൊപ്പി എന്ന് പറഞ്ഞ വിഷയത്താണ്ടല്ലോ, ആ ചങ്ങ ഞങ്ങളുടെ കൊച്ചു പിള്ളേർ ജീവിക്കുന്നുണ്ടാ. എന്നാൽ അവന്മാർക്കറിയാം അതിനെക്കുറിച്ച് എന്താ സാധനം എന്ന്. നമ്മൾ വലിയ അടുത്ത തൊപ്പി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഈ തൊപ്പിക്കൊന്നും ഒരു സാധനവും ഇല്ല. ഈ തൊപ്പിയുടെ പേരേ കളഞ്ഞ ആ തൊപ്പിയാണ്. പച്ചയ്ക്ക് തെറി വിളിക്കുന്നു. പച്ചയ്ക്ക് ഈ മക്കളൊക്കെ വരുന്ന സ്ഥലത്ത് ഭയങ്കരമായ ആഘോഷമാണ്. കൊച്ചുകുട്ടികളടക്കം പെൺകുട്ടികളടക്കം ഈ വാപ്പാക്കും ഉമ്മാക്കും ആ മജ്ലിസിലേക്ക് മക്കളെ വിടാൻ തന്നെ എന്താ മനസ്സുള്ള ആലോചിച്ച് നോക്കി. ഈ വാപ്പാക്ക് പോകരുതെന്ന് പറയാൻ പറ്റുമോ? വാപ്പ പറയുന്നത് മക്കള് കേൾക്കൂല, വാപ്പ പറയുന്നത് കേൾക്കൂല. മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് അവൻ പോകുന്നത്. ആ ചെറുപ്പൻ കൊച്ചുപയ്യൻ അവൻ പോകുന്നത് തൊപ്പിയെ കാണാനേ. എന്താ ദുനിയാവിൻ്റെ അവസ്ഥ? ഇവിടെ ആലിമീങ്ങളുടെ സദസ്സോ ഖുർആന്റെ സദസ്സോ ഹിഫ്ളിന്റെ സദസ്സോ ഇതൊന്നും അവർക്കൊന്നും വലിയ പൂത്തിരിയല്ല. വേറെ ജോലിയൊന്നുമില്ല. ഇവിടെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. അല്ല ഇതുപോലെ ഇങ്ങനെ ആഫുളുമായി ആലിമുമായി നീയുമ്പോൾ താടിയും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനെടുക്കാനൊക്കെ ഒന്നുള്ളതല്ല. ഉസ്താദെ സഹോദരങ്ങളെ, നമുക്കെന്താ കുറവ്? ഇസ്സത്ത് എന്താ കുറവ്? ഒരു ഹാഫുളിന് അല്ലെങ്കിൽ ഒരു ആലിമിന് എന്ത് കുറവുള്ളേ? ഇന്ന് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നതാണ്. വയ്യ ഉസ്താദ് പണ്ട് മുതലേ പ്രസംഗിക്കുന്ന ആൾ, വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. നമ്മളൊക്കെ പണ്ടേ വാത് കേൾക്കുന്ന വയ്യ ഹനീഫ മൗലവി കൊല്ലോ എന്നൊക്കെ പണ്ട് കേൾക്കുന്നതാണ്. അള്ളാഹു ദീർഘായുസ്സും സ്വാഫിയത്തും കൊടുക്കട്ടെ. ഇപ്പോൾ വല്ല കുഴപ്പമുണ്ട്? ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് മൈക്ക് ഇങ്ങോട്ട് റാഹത്താക്കി വെച്ചു കൊടുത്ത് 2 മണിക്കൂർ നോക്ക്, നല്ല അടിപൊളിയായിട്ട് നല്ല ബൈത്തൊക്കെ പാടിയിട്ട് നല്ല സൂപ്പറായിട്ട് പ്രസംഗിച്ച് കൈത്തരും. പാതിരാ സമയത്ത് വരെ ഈ ആലിമീങ്ങളുടെ മുന്നിലാണ് 1000-10,000 ഇരിക്കുന്നത്. പാതിരാ സമയം വരെ ഇരിക്കും. ഇവിടുത്തെ മേരെ പ്യാരോ ദേശവാസിയോ വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും? ഇവിടുത്തെ മുഖ്യമന്ത്രി വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും? ഇവിടുത്തെ കളക്ടർ വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും അവരുടെ മുന്നിൽ? എന്നാൽ ഒരു ആലിമിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം നിങ്ങളിരിക്കും. ഇന്നലെ ഞാൻ 9 മണിക്ക് അവിടെ പ്രസംഗിച്ച് 12 മണി വരെ ആ ടൗൺ ആളുകൾ ഇരുന്നത്. 12 മണി വരെ ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് പോയില്ല. 12 മണി. മറ്റേ രാഷ്ട്രീയ പ്രസംഗത്തിൽ നിങ്ങൾ പോയി നോക്ക്, നിങ്ങളിത് പോയി നോക്കി. അത് ഇൽമിന്റെ ബർക്കത്താണ്. എന്താ വാങ്കുളിക സമയം? തഹജ്ജുദിന്റെ സമയമാണ്. വാച്ചൊന്നുമില്ല, അതാ ചോദിച്ചു. 8:11. മനസ്സിലായില്ലേ? എന്താ കുഴപ്പം ആലിമീങ്ങൾക്ക്? എന്താ പ്രശ്നം ഹബീബേ? ചുമ്മാ പറയുന്നുണ്ടല്ലോ ഒരു പ്രസംഗത്തിന് 25,000 രൂപ കിട്ടുന്നത്. അൽഹംദുലില്ലാ. വഫീ അയ്നുന്നാസ് സഗീറ വഫീ അയ്നുന്നാസി കസീറ. വെറുതെയെങ്കിലും ആകട്ടെ, പറഞ്ഞോട്ടെ. അൽഹംദുലില്ലാ. അങ്ങനെ പറയുന്നില്ലേ? അതൊരു ഇസ്സത്തല്ലേ സുഹൃത്തുക്കളെ? ഒരു ഹാഫിളായ ഒരു വ്യക്തി, ഒരു ആലിമായ ഒരു വ്യക്തി, അവൻ പോയി പ്രസംഗിക്കുന്ന 25,000 കിട്ടാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. 10 പ്രസംഗം നടത്തിയ 2.5 ലക്ഷം രൂപ ശമ്പളം. അമേരിക്കയിൽ പോയി ലണ്ടനിൽ പോയി പഠിച്ച ഒരു മാസം കടന്ന് കഷ്ടപ്പെട്ട് അവന് കിട്ടുന്ന 75,000 രൂപ ശമ്പളമായിരിക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. എന്നാൽ ജനങ്ങൾ പറയുന്നത് എന്താ? അതുകൊണ്ട് കുറവുണ്ടോ? ഹാഫിളീങ്ങളായ വ്യക്തിക്ക് ആലിമീങ്ങളായ വ്യക്തി വല്ല കുറവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിൻ. ഇന്ന് ഏതെങ്കിലും ഹാഫിളോ അല്ലെങ്കിൽ ആലിമോ ആരെങ്കിലും ഇന്ന് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഗതിയില്ലാതെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽപ്പെട്ട് അങ്ങനെ തൂങ്ങി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? വിഷമവും പ്രയാസം ഉണ്ടാവും. എന്നാലും അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് ഇസ്സത്ത് തന്നിട്ടുണ്ട്, ഇഫ്ഫത്ത് തന്നിട്ടുണ്ട്, ഗിനൻ നഫ്സ് തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരു വിഷമവും പ്രയാസം ചെറിയ ശമ്പളത്തിൽ അൽഹംദുലില്ലാ മനസ്സ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ആ വിഭാഗം. العلماء أرحم أمة محمد صلى الله عليه وسلم من آبائهم وأمهاتهم. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഉലമാക്കൾ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ കരുണയുള്ളവരാണ്. ഈ സമുദായത്തിൽ അവരുടെ മാതാപിതാക്കളെക്കാൾ ഉസ്താദുമാരാണ്, പണ്ഡിതന്മാരാണ്, കരുണയുള്ളവർ എന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു. എന്താ കാരണമെന്നറിയോ? എന്താ കാരണം എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മാതാപിതാക്കളെക്കാൾ ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠരായവരും കരുണയുള്ളവരും മാതാപിതാക്കളെക്കാൾ ഉസ്താദന്മാരാണ്, പണ്ഡിതന്മാരാണെന്ന് പറയാനുള്ള കാരണം എന്താ? ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലിഅന്നഹും യഹ്ഫളൂനഹും മിൻ നാരിദ് ദുനിയ. മാതാപിതാക്കൾ ഈ മക്കളെ ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പനി, ഒരു കുട്ടി ഇങ്ങനെ എഴഞ്ഞു പോകുന്നു, അവൻ കിണറ്റിലേക്ക് വിടാൻ പെട്ടെന്ന് ഓടിപ്പോയി വാപ്പ പിടിച്ചു മാറ്റുന്നു, ഉമ്മ പിടിച്ചു മാറ്റുന്നു. വിളക്കിലേക്ക് പിടിക്കാൻ പോകുന്നു, പെട്ടെന്ന് ആ ഉമ്മ അവനെ പിടിച്ചു മാറ്റുന്നു, വാപ്പ പിടിച്ചു മാറ്റുന്നു. ലിഅന്നഹും യഹ്ഫളൂനഹും മിൻ നാരിദ് ദുനിയ. ദുനിയാവിലെ തീയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. വഹും യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ.
ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഈ മക്കൾ നാളെ നരകത്തിലെ തീയിൽ വീഴാതിരിക്കാൻ അവർ പരിശ്രമിക്കുന്നു, അവർ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠർ പണ്ഡിതന്മാരാണ്, ഉസ്താദുമാരാണ്, ആലിമീങ്ങളാണ്. മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠം. മറ്റൊരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ എന്റെ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു. ഒരു നാടിന്റെ ഒരു കിരീടാവകാശിയാണ്. ഞാൻ എന്റെ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു, എന്റെ വാപ്പയേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ. എന്താ കാരണം? ഇന്ന അബി ഹത്തനി മിനസ് സമാഇ ഇലൽ അർദ്. എന്റെ വാപ്പയും എന്റെ ഉമ്മയും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നെ ഇറക്കിക്കൊണ്ടുവന്നു. വ ഇന്ന മുഅല്ലിമി റഫഅനി മിനൽ അർദ് ഇലസ് സമാ. എന്റെ ഉസ്താദുമാരുണ്ടല്ലോ, എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ, എന്നെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവർ ഉയർത്തുന്നു. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ഇഷ്ടവും ആദരവും എൻ്റെ ഉസ്താദന്മാരോടാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതല്ല എൻ്റെ അർത്ഥം, അവരെക്കാൾ ആദരവ് ഉസ്താദന്മാരോടാണ്. കാരണം ഇവൻ ഹലാല് ഹറാമ് പഠിച്ചത് ആലിമ്യങ്ങളിൽ നിന്നാണ്. അലിഫ് എന്ന ആദ്യത്തെ അക്ഷരം നമുക്ക് പറയാലോ, അല്ലാ, എ ഫോർ അല്ലാ, എ ഫോർ അല്ലാ, അലിഫാണ് ആദ്യത്തെ അക്ഷരം. എന്നാൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടങ്ങുന്നത് ബാ വെച്ചിട്ടാണ്. ബാ വെച്ചിട്ടാണ്. ബിസ്മില്ല 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 ബിസ്മില്ല. അലിഫല്ല, ബിസ്മില്ല. അതിലെന്തോ ബായിക്കാണ് വലിയ ഒരു അർത്ഥം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ബാ, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്. ബലാ, ബാ, ബലാ, അതേ അല്ലാ, അതേ അല്ലാ, അതേ അല്ലാ, അതേ എന്ന് പറയാൻ വേണ്ടി അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഞാനല്ല നിങ്ങളുടെ റബ്ബ്, ബാ. അതുകൊണ്ട് എപ്പോഴും ബിസ്മി ഓതുമ്പോ ബലാ എന്നുള്ള ഒരു ചിന്ത വേണം. അതേ അല്ലാ, അതേ അല്ലാ. അതുകൊണ്ടാണ് അവിടെ ബിസ്മി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം തുടങ്ങുന്നത്. ആദ്യത്തെ അക്ഷരം അൽഫാണെങ്കിൽ അതിന്റെ മഹത്വം അതാണ്, അത്രയും വലുതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അത്താ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു തആല അൻഹു വലിയൊരു പണ്ഡിതനാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ഒരു മസല ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. മസല ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭയങ്കര ക്യൂ. ഇദ്ദേഹത്തിനോട് മസല ചോദിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആലിമിനടുത്ത്, ഉസ്താദിനടുത്ത്. അപ്പൊ ഈ നാട്ടിലെ ചക്രവർത്തിയാണല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? ക്യൂ ഭേദിച്ചിട്ട് ഫ്രണ്ടിൽ പോയി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞു. അത്താ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു ആണ് പോയി ക്യൂ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നാട്ടിലത്തെ ഭരണാധികാരിയാണെന്നുള്ള കാര്യം അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. ഒരുപാട് പേര് നിപ്പുണ്ട്, അതിന്റെ പിറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്യൂ നിന്ന് പിറകിൽ നിന്ന് ഇങ്ങനെ വന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഹജ്ജിന്റെ മസല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അന്ന് ഹജ്ജിന്റെ മസലയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നതിനപ്പുറം ഒരു വാക്ക് അവിടെ ഇല്ല. അത്താ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ മസലകൾ ചോദിച്ചു, മനസ്സിലാക്കി, പഠിച്ചു. അദ്ദേഹം ഇറങ്ങി വന്ന് തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ എന്റെ മുന്നിൽ പോലും ഇങ്ങനെ ഒരു ക്യൂ ഞാൻ കണ്ടിട്ടില്ല. ഒരു ആലിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ക്യൂ നിൽക്കുന്നറിയാവോ? വെള്ളം ചോദിക്കാനൊന്നുമല്ല, മസല ചോദിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. മസല ചോദിക്കാനാണ് ക്യൂ നിൽക്കുന്നത്. ആദ്യം തഫ്സീർ, പിന്നെ ഹദീസ്, പിന്നെ സാഹിത്യം, പിന്നെ ഫിഖ്ഹ്. ഓരോരുത്തരും ഓരോരോ വഴി നിന്നോണം. ഇത്രയ്ക്ക് വലിയ പണ്ടാണ്, ചോദിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അവരുടെ പിറകിൽ നിന്നോണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല ആലിമീങ്ങൾക്ക് ചെയ്ത മഹത്വം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഞാൻ എൻ്റെ ആ ഒരു ഭരണത്തിന്റെ തലവൻ എന്ന നിലയിൽ ആ ഒരു പദവി ഉപയോഗിച്ച് ഞാൻ കയറി ചെന്നിട്ട് പോലും ഒരു പരിഗണന പോലും നൽകാതെ ഈ 10,000 അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ പോയിട്ട് മസല ചോദിച്ചെങ്കിൽ, എൻ്റെ മക്കളെ, നിങ്ങൾ ആലിമീങ്ങളാകണം. ഈ വാപ്പാടെ ആഗ്രഹമാണ്, ആലിമീങ്ങളാകണം നിങ്ങൾ. കാരണം അവർക്ക് അല്ലാഹു നൽകിയ ദുനിയാവിലെ ഇസ്സത്ത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മക്കളെ ഹാഫിളുകളും ആലിമീങ്ങളുമാക്കി മാറ്റി. ദുനിയാവിലെ ഇസ്സത്തല്ലേ, അഭിമാനല്ലേ? എവിടെ പോയാലെന്താ, ഏത് കോർട്ടിൽ പോയാലെന്താ, ഏത് മന്ത്രിയുടെ മുന്നിൽ പോയാലെന്താ, ആരുടെ മുന്നിൽ പോയാലെന്താ, പണ്ഡിതൻ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ആളുകളുണ്ട്. ആരുടെ മയ്യത്ത് നിസ്കരിക്കണമെങ്കിലും പണ്ഡിതന്മാർ വരണം. കല്യാണം നടത്തണം, പണ്ഡിതന്മാർ വരണം. ഇനി അത് ഒഴിവാക്കി കൊടുക്കണോ, അതിനും പണ്ഡിതന്മാർ വരണം. എല്ലാത്തിനും ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ചെറിയ ഒരു കാര്യമല്ല ഈ ഇൽമ് എന്ന് പറയുന്നത്. ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ആരിൽ നിന്നാണ് ഇൽമു വന്നത്? അല്ലാഹുവിൽ നിന്നാണ്. ആരാ പഠിപ്പിക്കുന്നത്? ഷാഫി ഉസ്താദല്ല, മേക്കോൺ ഉസ്താദല്ല, ഇല്യാസ് ഉസ്താദല്ല. വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്.
വയുഅല്ലിമുക്കുമുള്ള, നിങ്ങളുടെ മുഅല്ലിമാരാണ്. അള്ളാണ് മുഅല്ലിം. ഈ ഇൽമു പഠിക്കണമെങ്കിൽ ഹറാമിന്റെ ഭക്ഷണം തിന്നാ പഠിക്കാൻ പറ്റൂല. നമ്മുടെ മക്കൾക്ക് ഹലാലിന്റെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് ഇൽമു കേൾക്കാൻ ഒരു ആഗ്രഹം ഇല്ലാത്തത്. നമ്മളൊക്കെ സാധാരണ ഉസ്താദ്മാർ പോകുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയാൻ. സാധാരണ നമ്മളെല്ലാവരും പോകുന്ന ഒരു ആലിമാണ്. കുൻ ആലിമൻ, ആലിമാണം. ഔ മുതഅല്ലിമാണം. കുൻ സാമിയാൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാമിയാൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ മുസ്തമിയാൻ എന്നാണല്ലോ അവിടെ പറഞ്ഞത്. ഈ മുസ്തമിയാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആഗ്രഹത്തോടെ, ആവേശത്തോടെ, താല്പര്യത്തോടെ കേൾക്കുന്നതിനാണ് മുസ്തമിയാൻ എന്ന് പറയാ. ഇല്ലേ ഉസ്താദെ? സാമിഅൻ എന്ന് പറയും. പ്രഭാഷണം നടത്തുമ്പോൾ സാമിഈനെ കിറാം എന്നൊക്കെ പറഞ്ഞാൽ മതി. കേൾക്കുന്നവരാണ്. എന്ന ഇൽമു പറയുന്ന വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞ വാക്ക് സാമി ആകണമെന്നല്ല പറഞ്ഞത്, മുസ്തമി ആകണമെന്നാണ് പറഞ്ഞത്. എന്താ മുസ്തമി ആകണം എന്ന് പറഞ്ഞത്? ആവേശത്തോടെ കേൾക്കണം. ഈ ഇൽമ് ആഗ്രഹത്തോടെ കേൾക്കണം. ഇതെനിക്ക് രക്ഷപ്പെടണം, ദുനിയാവിലും ആഖിറത്തിലും. എനിക്കും എൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്ക് രക്ഷപ്പെടണം, ആഖിറത്തിൽ എനിക്ക് രക്ഷയുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കേണ്ടത്, അതിനാണ് ഞാൻ ഇത് കേൾക്കേണ്ടത്. അങ്ങനെ ആവേശത്തോടെ പഠിക്കാനാണ് ഇൽമു എന്ന് പറയുന്നത്. ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. യമനിൽ നിന്ന് പോയി ബഗ്ദാദിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അടുക്കലേക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ AC വണ്ടിയൊന്നുമില്ല. നടന്ന് പോയി കാലിലെ ചെരുപ്പെല്ലാം പൊട്ടിപ്പോയിട്ട് കാലൊക്കെ വ്രണമായി. മുടി പഠിക്കാനും വെട്ടാനും ഒന്നും ആളില്ലാത്തതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ നീണ്ടു. വസ്ത്രങ്ങളൊന്നും കഴുകാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളുമായിട്ട് കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് ബഗ്ദാദിലെത്തി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല വീട്ടിന്റെ വാതിൽക്കലെത്തി. ബഖീ ഇബ്നു മഖ്ലദ് മുഹദ്ദിസാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് അന്ന് അദ്ദേഹത്തെ വീട്ടു തടങ്കലിൽ ആക്കപ്പെട്ടിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ വാതിലെത്തി ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. എന്താ സംഭവം? അത് ഞാനൊരു ഇൽമു പഠിക്കാൻ വേണ്ടി യമനീന്ന് വന്ന് നടന്ന് മാസങ്ങളായിട്ട് നടന്നു വന്നതാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും. ഗവൺമെന്റ് എല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒന്നും വരാൻ പാടില്ല, ഒന്നും നിൽക്കാനും പാടില്ല, ഇവിടെ കൂടാനും പാടില്ല, പള്ളിയിൽ പോലും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാനിവിടെ വീട്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും വഴിയില്ല, മര്യാദയ്ക്ക് വിട്ടുവയ്ക്കോ. ഞാൻ അത്ര ദൂരം പൊയ്ക്കോ, സംസാരിക്കല്ലേ. കാലെല്ലാം പൊട്ടിപ്പോയി. ഇവിടെ എൻ്റെ പൊന്നു സഹോദര, ഇപ്പൊ പോലീസുകാരുടെ നിന്നെയും പൊക്കും എന്നെയും പൊക്കും. ദയവ് ചെയ്ത് പ്ലീസ് പോ. നിർബന്ധിച്ച് പറഞ്ഞ വിഷമിച്ച് മാറി ഒരു പള്ളിയിൽ പോയിരുന്നു. പടച്ചവനെ, എത്ര ദൂരം ഞാൻ വന്ന് കിലോമീറ്റർ താണ്ടി വന്നൊരു ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന അള്ളാഹ് എന്നെ നിരാശനായി മടക്കിവിടാണല്ലോ. ഒരു ദിവസം അവിടെ പിറ്റേ ദിവസം വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മഹാനവറുകളെ, ഹലോ, നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് പോണം, പ്ലീസ് ഒരു കാര്യം ഞാൻ ഒന്ന് കേൾക്കൂ. ഞാൻ പറയുന്നത് എന്താ? ഞാനൊരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ വരാം എല്ലാ ദിവസവും പിച്ച എടുക്കാൻ വേണ്ടിയിട്ട്. പിച്ചക്കാരന്റെ വേഷത്തിൽ യാചകനായിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ആ ഹദീസിന്റെ വാക്കുകൾ എഴുതി ഒരു പേപ്പറിലിട്ട് എറിഞ്ഞു തന്നാ മതി, ഞാനത് പഠിച്ചോളാം. പിറ്റേ ദിവസം അദ്ദേഹം അങ്ങനെയാണ് വന്നതും പഠിച്ചതും. ലോകമറിയപ്പെട്ട മുഹദ്ദിസായി മാറി ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അൻഹു. ഇൽമു പഠിച്ചിട്ടാ. എന്താ അവർക്ക് കുറവ് വന്നത്? ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു, ഒരുപാട് പണ്ഡിതന്മാർ ഉസ്താദന്മാരുടെ ബഖീ ഉണ്ട്, ഹമ്മാദ് റളിയല്ലാഹു ഒക്കെ ഉണ്ട്. ഹമ്മാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കീഴിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഉസ്താദിന് തന്നെ വലിയൊരു അത്ഭുതമാണ് ഈ കുട്ടിയെ കുറിച്ച്, ഷാഫി ഇമാമിനെ കുറിച്ച്. ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല, രാത്രിയൊക്കെ ഭയങ്കര നിസ്കാരവും തഹജ്ജുദ് നിസ്കാരം, എന്നാ വലിയ ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല. നല്ല ഒരു സ്വൽസ്വഭാവിയായ ഒരു കുട്ടി. ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് വന്നിട്ട് പറഞ്ഞു, അപ്പൊ പെണ്ണുങ്ങൾക്ക് പണ്ടേ ബൂതിയാണല്ലോ, ഈ ഉസ്താദന്മാർ നല്ലതെന്ന് പറഞ്ഞൊന്ന് പുറക്കി കൊണ്ടുവന്ന് ഒരു ഭക്ഷണം കൊടുക്കണമെന്ന്. അപ്പൊ നമ്മളിപ്പോ എത്ര ലോക്കൽ പ്രാസംഗികനാണെങ്കിലും നമ്മുടെ ഷേഖുനാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ ഉസ്താദിന് അവിടെ ഒന്നും വിലയില്ല, പ്രാസംഗികന്മാർക്കേ വിലയുള്ളൂ. പെണ്ണുങ്ങൾ പറയുന്നു കൊണ്ടുപോവാ, അല്ലെന്ന് വീട്ടിൽ ഒന്ന് കൊണ്ടുവന്നാൽ എന്തോ ബൈത്തുൽ മുഖദ്ദസ് വീട്ടിൽ വരുന്ന പോലെയാണ് അവരുടെയൊക്കെ ആഗ്രഹം. പാവപ്പെട്ട പെണ്ണുങ്ങൾ അത് പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു തആല മഹാനവറുകളുടെ ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ട്, ഇത്രയും നല്ല മനുഷ്യനുണ്ടോ നിങ്ങളുടെ ദറസിൽ? ഇത്രയും നല്ല കുട്ടിയുണ്ടോ? ഒന്ന് കൊണ്ടുപോവാ, കൂട്ടിയിട്ട് വന്നു. അപ്പൊ ഭക്ഷണം കഴിക്കൂല, അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളാണ്. അപ്പം പരീക്ഷിക്കാൻ വേണ്ടി ഉസ്താദിന്റെ ഭാര്യ 2 കുടം കൂജയ്ക്കകത്ത് വെള്ളം എടുത്ത് വെച്ചു ഒതു കൊടുക്കാൻ. രാത്രി നിസ്കരിക്കുന്നതാണ്. അതേപോലെ 2 പേരുടെ ഭക്ഷണം റെഡിയാക്കി വാതിലിൽ കൊണ്ടുവച്ചു. 2 പേരുടെ ഭക്ഷണം. എന്നിട്ട് പിറ്റേ ദിവസമായി നേരം വെളുത്തപ്പോൾ ഭക്ഷണം കാലി, വെള്ളം അതേപോലെ ഇരിപ്പുണ്ട്. പള്ളിയിലെല്ലാം പോയി തിരിച്ചു വന്നപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു, അല്ല നിങ്ങളെല്ലാം എന്തൊക്കെ പറഞ്ഞേ? ഭയങ്കര ഒരു സാലിഹായ മനുഷ്യനുണ്ട്, ഒന്നും തിന്നൂല,
രാത്രി ഭയങ്കര നിസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തള്ളിയല്ലോ. എന്തായിരുന്നു സംഭവം? എന്താ പറ്റിയ? ഞാൻ 2 പേരുടെ ഭക്ഷണം കൊണ്ടുവച്ചു, അത് മൊത്തവും തിന്നു തീർത്ത്. പിന്നെ കൂജയിൽ വെള്ളം കൊണ്ടുവച്ചു, തൊട്ടിട്ടില്ല. നിങ്ങൾ എല്ലായിടത്തും ഒതു കൊടുക്കുക, നിസ്കരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടിട്ടില്ല, വെള്ളം തൊട്ടിട്ടില്ല. ഉസ്താദിനും ഭയങ്കര കൺഫ്യൂഷനായി പോയി. ശരിയാന്നല്ലേ എൻ്റെ ഉള്ള പേര് ഇടങ്ങറാക്കിയ ഈ ചങ്ങാതി. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ അടുക്കൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു തആല ചോദിച്ചു, അല്ല നീ എന്താ ഇങ്ങനെ ഒന്നും തിന്നാതെ ഇരുന്ന്, എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നല്ലോ. അത് ബഹുമാനപ്പെട്ട മഹാനവറുകളെ, ഞാൻ ഭക്ഷണം നല്ല രാഹത്തായിട്ട് കഴിച്ചിട്ട് ദിവസങ്ങളായി. ഉസ്താദിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഭക്ഷണം അത് ഹലാലാന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ വിശന്നിരുന്ന് ഞാനത് മുഴുവനും തിന്നു. എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. 68 മസല അന്ന് രാത്രി ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് രാത്രി ഒളുവെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഒളുവെൻ്റെ പോയിട്ടുമില്ല. അതുകൊണ്ട് ഉറങ്ങാത്തതുകൊണ്ട് തഹജ്ജുദ്സ്കരിച്ചിട്ടുമില്ല. സുബഹി വരെ ഞാൻ ആ മസല ക്രോഡീകരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഹലാലായി ഭക്ഷണം കഴിച്ചപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് 68 മസല ബഹുമാനപ്പെട്ട ഷാഫി ഇമാം കണ്ടെത്തി. അബുൽ ഹസൻ അലി നദവി റളിയല്ലാഹു തആല റഹ്മഹുല്ലാഹ് നമുക്കറിയാമല്ലോ. അവരുടെ ഉമ്മ വളർത്തിക്കൊണ്ടുവന്നു. വെളിയിൽ നിന്ന് ഭക്ഷണം കൊടുക്കുക, ഒരൊറ്റ സ്ഥലത്ത് നിന്ന് ഭക്ഷണം വാങ്ങിപ്പിച്ച് കൊടുക്കൂല, കഴിക്കാൻ നിർബന്ധിക്കൂല. കഴിക്കരുതെന്ന് പറഞ്ഞത്. എത്ര പട്ടിണി കിടന്നിട്ടുണ്ട്, എത്ര വിഷമിച്ചിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ പൊതി കൊടുക്കുന്ന സമയത്ത് ഒരു പൊതി പോലും വാങ്ങൂല. നമുക്ക് പൊതിയൊന്നും നീട്ടണ്ട, അവിടെ ഇരുന്നാൽ മതി, നമ്മളങ്ങോട്ട് പോയി മേടിച്ചു തന്നോളും. അത്രയ്ക്ക് എവൻ്റെയാ ഏതാ ഹലാലോ ഹറാമോ, ലോട്ടറി കച്ചവടക്കാരൻ്റെ, പലിശക്കാരൻ്റെയോ കുഫറിൻ്റെയോ ഷിർക്കിൻ്റെയോ ഇതൊന്നും അറിയണ്ട. അതൊക്കെ നിങ്ങൾ അവിടെ പൊതിയടളിയ. ഇതാണ് നമ്മൾ തിന്നുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? നമുക്ക് നമ്മുടെ നിസ്കാരം റാഹത്താവൂല, ഇബാദത്തും റാഹത്താവൂല, നമ്മുടെ ദുആയ്ക്കും സ്വീകാര്യതയില്ല. അബുൽ ഹസൻ അല്ലദി റഹ്മഹുല്ലാഹ് എന്തായി അവസ്ഥ? ലോകം അറിയപ്പെട്ട പണ്ഡിതനായി മാറിയില്ലേ? മറഞ്ഞ മയ്യത്തിന് വേണ്ടി ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബ ശരീഫിൽ അദ്ദേഹത്തിനുണ്ടല്ലേ നമസ്കരിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഹലാലായ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വളർന്നു. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു തആല അൻഹു എപ്പോഴും മാതാപിതാക്കൾ തന്നെ മക്കളുടെ വിഷയത്തിൽ ഒരു ജാഗ്രത വേണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കൾ പിഴച്ചു പോകാതിരിക്കാൻ വാപ്പാക്കും ഉമ്മാക്കും ഒരു ഉത്തരവാദിത്തമില്ലേ? സലാസു ദഅവാത്തിൻ ലാ തുറദ്ദു. മാതാപിതാക്കളുടെ ദുആ 3 ദുആ തട്ടിക്കളയൂല. അതൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. മാതാപിതാക്കൾ ഈ ഇരിക്കുന്ന വാപ്പാമാര് ഉമ്മമാരെ നമുക്കറിയില്ലല്ലോ. ഈ ഇരിക്കുന്ന വാപ്പാമാര് ഇന്ന് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരൊന്ന് കൈപൊക്ക്. ചെയ്തവരെ പൊക്കാവൂ. 1 2 3 4 5 6 7 8 9 പേര്. എന്നാലും 10 ആവുള്ളൂ. ഈ ഇരിക്കുന്ന സദസ്സ് എത്ര പേര് പൊക്കി? ഞാനാ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി ചോദിക്കുന്നുണ്ട്. ഹാഫി 7 8 9 പേര് 10 പേര് പൊക്കും, അത്രേ ഉള്ളൂ. സമയമില്ല മക്കൾക്കോട് ദ്വാരക്കാം. പിന്നെ അങ്ങനെ മക്കൾ പഠിക്കാതിരിക്കുക? ഷാഫി ബഹുമാനപ്പെട്ട ബുഖാരി റളിയല്ലാഹു തആലയുടെ കണ്ണ് അറിയാലോ, കണ്ണ് കാണാതിരുന്നു, കാഴ്ചയില്ല. ഉമ്മ ദുആ ചെയ്തിരുന്നു. ഉമ്മ ദുആ ചെയ്തിരുന്നു. വലിയ സമ്പന്നയായിരുന്നു ആ ഉമ്മ. ദുആ ചെയ്തു. ഒരു ദിവസം രാത്രി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നം കണ്ടു. ഫർതദ്ദ ബസീർ, അങ്ങടെ മോന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പോയി നോക്കാൻ പറഞ്ഞു. സുബൈ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ മകന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. ഉമ്മാന്റെ ദുആയാണ്. ഉമ്മ ദുആ ഇറക്കണം. ഒരു ഉമ്മ നന്നായാലും മോളും നന്നാവും, മോനും നന്നാവും. ഉമ്മ പഴിച്ചാൽ മോനും പോവും, മോളും പോവും. ഉമ്മ നന്നായതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി വാപ്പ പോയപ്പം ധൈര്യമായിട്ട് അറുത്തു എന്ന് പറഞ്ഞത്. ഉമ്മ പഴിച്ചത് കൊണ്ടാണ് നൂഹ് നബിയുടെ മോൻ പഴിച്ചു പോയത്. ഉമ്മയും പഴിച്ചു, മോനും പഴിച്ചു. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. അവരുടെ ബാധ്യതയാണ് മക്കളെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത്. നാളെ ഖുർആൻ പഠിപ്പിച്ച് ഈ വാപ്പ മരിച്ച് കബറിനകത്ത് കിടന്നാൽ, നമ്മുടെ മയ്യത്ത് കബറിൽ കിടക്കുമ്പോൾ ആരുമില്ലാതെ എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ഒരാൾ വരും ആ കബറിനകത്തേക്ക് വന്നിട്ട് നമ്മളെ വിളിച്ചുണർത്തും. യാ അബ്ദല്ലാഹ്, ഏ സുലൈമാൻ, ഏ സൈനുദ്ദീൻ, ഏ അബൂബക്കർ, ഏ മുഹമ്മദ്, ഏ ഫാറൂഖ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ഫയഖൂലു ലാ, എനിക്കറിയില്ല. ലാ, എനിക്കറിയില്ല. ഫയഖൂൽ, അപ്പോൾ ആ നിൽക്കുന്ന മനുഷ്യൻ പറയും, ഹസനു സിയാബി ഹസനുൽ വജ്ഹി തയ്യിബുർ റായിഹത്തി, നല്ല മണം, നല്ല വസ്ത്രം, സുസ്മേര വദനനായി നിന്നിട്ട്, എന്നെ നിനക്കറിയോ? ഇല്ല, അറിയില്ല. നീ ആരാ ഇത്? ഉടനെ ആ മനുഷ്യൻ പറയും അത്രേ, അനൽ ഖുർആൻ അല്ലദി അസ്ഹറ ലൈലക വഅദ്മഅ നഹാരക വഅംനഅക ശഹവതക മിന അത്ആമി വശറാബ്.
ഞാനാണ് ഖുർആൻ. പാതിരാ സമയത്തിരുന്ന് നീ കണ്ണും തുറന്നു വെച്ച് ഓതിയില്ലേ ആ ഖുർആനാണ് ഞാൻ. മനപ്പാടമാക്കിക്കൊണ്ട് നടന്നില്ലേ ആ ഖുർആനാണ് ഞാൻ. ഹലാലിനെ ഹലാലാക്കിക്കൊണ്ട് നടക്കുകയും ഹറാമിനെ ഹറാമായി ഒഴിവാക്കുകയും ചെയ്തില്ലേ ആ ഖുർആനാണ് ഞാൻ. നീ പേടിക്കണ്ട കേട്ടോ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നക്കീർ വന്ന് നിന്നെ ചോദിച്ചോട്ടെ, അവരൊന്നും ഒരു ചുക്കും നിന്നെ ചെയ്യാൻ പോകുന്നില്ല. മാ അന ബിമുഫാരിഖിക്, ഞങ്ങൾ നിന്നെ വിട്ടു പോവുകയുമില്ല. ഹത്താ ഉഅറള അനാ വ അന്ത, എന്നെയും നിന്നെയും നാളെ ആഖിറത്തിൽ വിളിക്കപ്പെടുന്ന ദിവസം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും നിന്നോടൊപ്പം. നീ വിഷമിക്കണ്ട. ഖബറിലേക്ക് ഒരു കൂട്ടുകാരൻ, ഇതാണ് ഖബറിന്റെ കൂട്ടുകാരൻ. അതിന് മക്കളെ ഹാഫിളാക്കണം. നമ്മൾ ഖുർആനുമായി ബന്ധം വേണം. നമ്മളെ ഖുർആനുമായി ബന്ധപ്പെടാൻ. ഇനി എനിക്ക് മോനില്ല, കൊച്ചുമോനുണ്ടോ, പഠിപ്പിക്ക്. ഇനി അവനുമില്ല, ഒരു കുട്ടിയെ ഏറ്റെടുക്ക്. അല്ലാ, എനിക്ക് ഖുർആനോടുള്ള മഹബത്തിന്റെ പേരിൽ, അതിനോടുള്ള ഒരു സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് നാളെ ഖബറിൽ ഒരു കൂട്ടുകാരനെ കിട്ടാൻ ഞാൻ ആ ഖുർആനിനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അതിനും കഴിയുന്നില്ലയോ, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളോടൊരു മഹബത്ത് ഉണ്ടാക്കിയിട്ട്, പടച്ചവനെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തോട് എനിക്കൊരു ഉത്തരവാദിത്വം, ഒരു ബോധം, അവരെ സഹായിക്കാൻ എനിക്ക് നീ തരുന്ന സമ്പത്തിൽ നിന്നൊരു വിഹിതം ആ ഖുർആനിന് വേണ്ടി, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പടച്ചവനെ. അതിനെങ്കിലും നീ എന്നെ സഹായിക്കണേ അല്ലാ. അങ്ങനെ ഒരു നിയത്ത് വെച്ചൂടെ നമുക്ക്? എന്താ വെച്ചൂടെ? ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടാൻ. ഇത് ഹദീസൊക്കെ ഓതി ഞാൻ സ്ഥിരപ്പെടുത്താം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർത്തുകയാണ്. ഹദീസൊക്കെ ഓതി സ്ഥിരപ്പെടുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ മക്കളെ. അപ്പം ഞാൻ ഓരോ സദസ്സിൽ പോയാൽ എൻ്റെ വാപ്പാക്കൊണ്ട് ദ്വാരക്കും, എൻ്റെ ഉമ്മാക്കൊണ്ട് ദ്വാരക്കും. ഇതൊരു ഭാഗ്യം എവിടെയുള്ള നമ്മളെ ആലിമീങ്ങളാണെങ്കിൽ, ആഫുലിങ്ങളാണെങ്കിൽ എപ്പോൾ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബിയാനി സഗീറ നമ്മൾ ദ്വാരക്കാതിരിക്കില്ല. കാരണം അവരാണ് നമ്മളെ പഠിപ്പിച്ചത്, അവരാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്, അവരാണ് നമ്മൾ പിഴച്ചു പോകാതിരിക്കാൻ നമുക്കുള്ള വഴികൾ തുറന്നു തന്നത്. നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. അവർ ഖബറിൽ കിടന്ന് നമ്മുടെ ഇതിൻ്റെയൊക്കെ മിഥിൽ സവാബ് അവർ ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയാണ്, അവർ സന്തോഷിച്ചുകൊണ്ട് കിടക്കുകയാണ്, അവരിത് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് നമ്മുടെ മക്കളെ നമ്മൾ ഹാഫിളീങ്ങളാക്കണം ഇൻഷാ അല്ലാഹ്. പറ ആ എല്ലാ ഇതും എന്താ ലൈബ്രറി മൊത്തം കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു. ഞാൻ ഹയാത്തോടെ ഉണ്ടെങ്കിൽ മുഴുവനും കത്തിച്ചോളി, ഞാൻ ഇത് മുഴുവൻ എഴുതി ഉണ്ടായിക്കോളാന്ന്. അൻവർ ഷാ കശ്മീർ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാന. ചൽത്തെ പിൽത്തെ കുത്തുബ് ഖാന എന്ന് പറയാ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് അദ്ദേഹം, ബഹുമാനപ്പെട്ട അൻവർ ഷാ കശ്മീർ റളിയല്ലാഹു തആല അൻഹു. എത്ര വലിയ മഹാന. നീ ധൈര്യമായിട്ട് കത്തിച്ചോളി, ഹയാത്തോടെ ഞാൻ എഴുതിക്കോളാം. എത്ര നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? അലി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? പണ്ഡിതൻ. എന്ത് വലിയ പണ്ഡിതന, ചെറിയ കാര്യമാണോ? അലി റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ബിസ്മിക്ക് വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അതിൻ്റെ മാത്രം തഫ്സീർ ഞാൻ എഴുതിയാൽ 60 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ല, അത്രത്തോളം തഫ്സീർ ഞാൻ എഴുതും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അത്രയല്ലേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ തഫ്സീർ 60 ഒട്ടകങ്ങൾ ചുമ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? എത്ര വലിയ മഹത്വമായിരിക്കും അത്. നമ്മളൊക്കെ ആരാ കാര്യം, നമ്മളൊക്കെ എന്താ വിചാരിച്ചു? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു വലിയ പണ്ഡിതനാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അടക്കിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 8 വയസ്സിൽ നബി തങ്ങളുടെ കൂട്ടത്തിൽ പോയി കിടന്ന് വീട്ടിൽ, മൈമൂനയുടെ വീട്ടിൽ. മൈമൂന റളിയല്ലാഹുവിന്റെ വീട്ടിൽ 8 വയസ്സായപ്പോൾ പോയി കിടക്കും. ഇന്നിപ്പോൾ നമ്മളിപ്പം സമ്മർ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി മക്കളെല്ലാം കൊണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയി കൊണ്ട് കളിക്കാനും വിനോദത്തിനും വേണ്ടി കൊണ്ടുവിടും. എന്നാൽ മദ്രസയിലോ ദർസിലോ കൊണ്ടുവിടൂല. അന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോയി 8 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മൈമൂന റളിയല്ലാഹു ചോദിച്ചു, അസല്ലൽ ഗുലാം, ഈ കുട്ടി നിസ്കരിച്ചോ? മൈമൂന നിസ്കരിച്ചോ? മൈമൂന അതാ വന്ന് ചോദിച്ചു നബി തങ്ങൾ. അതേ നിസ്കരിച്ചു നബിയെ, കിടന്നോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങി 8 വയസ്സ് മോന്. തഹജ്ജുദിന്റെ സമയത്ത് നബി തങ്ങൾ എഴുന്നേറ്റു, മോനും എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഇടത് സൈഡ് വന്ന് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ച് പിറകിലാക്കി, എന്നിട്ട് വലത് സൈഡിൽ വന്ന് വീണ്ടും നിന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങളെ വെച്ചു, എടാ നീ നിന്നെ ഇവിടെ നിർത്തി, നീ അങ്ങ് പുറകോട്ട് നിർത്തി പോവാതെ പിന്നെ ഇപ്പുറത്തുണ്ട്. നബിയെ, അങ്ങ് ലോകത്തിന്റെ പ്രവാചകനാണ്, അങ്ങയുടെ പുറകിൽ അല്ലാതെ സൈഡിൽ നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല, കപ്പാസിറ്റി. 8 വയസ്സായ മോൻ പറഞ്ഞു. നബി തങ്ങൾക്ക് വലിയ സന്തോഷം, തലയിൽ കൈവച്ചു ദുആ ചെയ്തു, അല്ലാഹുവേ ഇവനെ നീ ഫഖീഹാക്കണേ പടച്ചവനെ, ഇവനെ നീ ഏറ്റവും വലിയ പണ്ഡിതനാക്കണേ പടച്ചവനെ. ഇന്ന് ലോകമറിയപ്പെട്ട മുഫസ്സിർ അല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആരുടെ ദുആ ബറക്കത്ത? ഉസ്താദന്മാരുടെ പൊരുത്താണിത്.
ഉസ്താദന്മാരടിക്കുന്നതും എന്തെങ്കിലും ചെയ്യുന്നതും കണ്ടിട്ട് വീട്ടിൽ പോയി വാപ്പാടുത്ത് ഉമ്മാടുത്ത് നാട്ടുകാർത്തും പറഞ്ഞ് ആക്ഷേപിച്ച ഗുണം പിടിക്കൂല അവൻ. അവസാനം പറയാൻ ഗുണം പിടിക്കൂല. നിങ്ങൾ നോക്ക്, 100 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉസ്താദന്മാരെ വേദനിപ്പിച്ചവൻ, ഉസ്താദിന്റെ പൊരുത്തമില്ലാതെ പോയവൻ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രംഗം നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കും. ഞാൻ വെറുതെ പറയല്ല, ഞാൻ കാണിച്ചു തരാം. ആളിനെ കൊല്ലത്തന്നെ വേണേ കാണിച്ചു തരാം, കൊല്ലത്തന്നെ കാണിച്ചു തരാം. ഇൽമ പഠിപ്പിച്ച ഉസ്താദന്മാരെ നമ്മൾ അനാദരിക്കരുത്. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറ. അവരുടെ പൊരുത്താണ് വേണ്ടത്, പൊരുത്താണ്. കുറേ പ്രസംഗിക്കാനും വലിയ ഇൽമൊന്നും ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇൽമിന്റെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. എന്തിനാ കുറെ ഇൽമ? വാരിക്കോരി ഇൽമ കിട്ടിയ ചാകന്നൂർ എവിടെ പോയി? ഇത്ര ഇൽമായിരുന്നു. അവന്റെ മുന്നിലങ്ങനെ പോയിരിക്കാൻ പറ്റുമോ? നമ്മളും തീർന്നു പോകും അവന്റെ മുന്നിലങ്ങനെ പോയിരുന്നാൽ. വലിയ ഇൽമ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഉള്ള ഇൽമ മതി. നമുക്ക് വേണ്ട അദബാണ് വേണ്ടത്, മര്യാദയാണ് വേണ്ടത്, തവാദു വിനയമാണ് നമുക്ക് വേണ്ടത്, വിനയമാണ് നമുക്ക് വേണ്ടത്. അതാണ് അലി റളിയല്ലാഹു ഉണ്ടായിരുന്നത്. നമ്മളത് ചിന്തിക്കണം. ആ ഇൽമാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഇൽമുൻ അൽ ഇൽമു നൂറുള്ള, അള്ളാന്റെ നൂറാണ്, പ്രകാശമാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം. ആലിമീങ്ങളുടെ വാക്കിന് വിലയുണ്ട്. അവരെയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളിട്ട് താറ്റാനും അടിക്കാനും നാണം കെടുത്താനും പോയാൽ അള്ളാഹ് വെറുതെ വിടൂല. അൽ ആലിമു ഹബീബുല്ലാഹ് വലൗ കാന ഫാസിഖ വൽ ജാഹിലു അദുവുല്ലാഹ് വലൗ കാന ആബിദ. ആലിം എന്ന് പറയുന്ന അള്ളാഹു, അവൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിലാണെങ്കിലും അള്ളാഹു അവനോടൊപ്പമാണ്. കാരണം 8-10 വർഷം കിടന്ന് കഷ്ടപ്പെട്ട് ഇൽമു പഠിച്ചവനാണ് ആലിം. ഒന്ന് പഠിച്ചു നോക്ക്, അപ്പൊ അറിയാം. ഞാനൊക്കെ അനുഭവിച്ചതാണ്. എന്റെ ശരീരത്തിന് ഒരു സ്ഥലത്തുമില്ല പുണ്ണു പിടിക്കാത്ത സ്ഥലം. മുഴുവൻ സ്ഥലവും പുണ്ണും പിടിച്ചിട്ട് അവിടെ എല്ലാം ചുറ്റി ചുറ്റി കെട്ടിവെച്ച് ആ ഒരു കാലഘട്ടത്തിൽ ബാഖിയാത്ത് സ്വാലിഹാത്ത് 1ാം ക്ലാസ് മുതൽ പഠിച്ചു. വെള്ളമില്ലാതെ, ഫാനില്ലാതെ, കറണ്ട് ഇല്ലാതെ കഷ്ടപ്പെട്ട് അന്ന് ചൊറിയും പിടിച്ച് ആ തമിഴന്മാരുടെ പാണ്ടിക്കാരുടെ കൂട്ടത്തിൽ കിടക്കുന്ന രംഗം പടച്ചവനെ. അന്നത്തെ ആ സാമ്പാർ, അല്ലാഹു അക്ബർ, അതിനകത്ത് കാക്ക വീഴും, കോഴി വീഴും, പല്ലി തൂറും, ഇതൊക്കെ തിന്നിട്ടാണ് അള്ളാഹുവെ അന്ന് അവിടെ കിടന്ന്. ആരെടുത്ത് പോയി പറയാൻ? വേണമെങ്കിൽ തിന്നിട്ട് പോടാ, വേണമെങ്കിൽ സാപ്പിട, ഇല്ലാട്ട എറുമ മാടി എന്ത് പോറാ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. അത് അനുഭവിക്കാതെ വേറെ മാർഗമില്ല. അന്ന് അതെല്ലാം അങ്ങനെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് പഠിച്ചപ്പോ ഇന്ന് ടേബിളിന്റെ മുന്നിൽ വരുന്നത് ഏറ്റവും കൂടിയ ഭക്ഷണമാണ്, ഏറ്റവും കൂടിയ ഭക്ഷണമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി. അള്ളാഹുവെ നമ്മളതൊക്കെ ആ കാലഘട്ടം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആലിമീങ്ങളുടെ പൊരുത്താണ് നമുക്കുണ്ട്, ഉസ്താദന്മാരുടെ പൊരുത്താണ്. ഉസ്താദ് എന്തായാലും എന്നെ ചെയ്തോ, എന്റെ ഉസ്താദല്ലേ, അൽഹംദുലില്ലാഹ് ക്ഷമിക്കും, എന്റെ ഉസ്താദല്ലേ. ഇനി ഉസ്താദിന്റെ ഒരു തെറ്റ് നിനക്ക് സംഭവിച്ചോ, ഒരു അപാകത പാടില്ലാത്തത് സംഭവിച്ചോ, ദയവ് ചെയ്ത് അത് പരസ്യപ്പെടുത്തല്ല വേണ്ടത്. എൻ്റെ ഉസ്താദിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉസ്താദെ നമ്മൾ ഇങ്ങനെ സംഭവിച്ചു, ഇനി ഉണ്ടാവില്ല, അൽഹംദുലില്ലാഹ്, അത് രഹസ്യമായി അത് അതിൻ്റെതായ ആളുകളുമായി ബന്ധപ്പെട്ട് അവിടെ കൊണ്ട് തീർക്കണം. അത് വാപ്പാടുത്ത് പറയാൻ, ഉമ്മാടുത്ത് പറയാൻ, നാട്ടുകാർക്ക് പറയാൻ, അയാൾ വാളെടുക്കാൻ. മനുഷ്യനാണ് അബീവേ, മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചു പോകാം. നമ്മൾ അതൊക്കെ മറച്ചു വെക്കണം. ഒരാളുടെ ഐബ് ഒരാൾ മറച്ചു വെച്ചാലുണ്ടല്ലോ അള്ളാഹു അവന്റെ ഐബ് മറച്ചു വെക്കും. ഒരാളുടെ ന്യൂനത ഒരാൾ പരസ്യപ്പെടുത്താനുണ്ടല്ലോ, അവൻ വീട്ടിനകത്തിരുന്നാലും അള്ളാഹു അവനെ നാണം കെടുത്തിയിട്ടേ പുറത്തേക്ക് വിടുള്ളൂ. നാണം കെടുത്തും വീട്ടിനകത്തിരുന്നാൽ പോലും. വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളൊക്കെ നമുക്ക് കാണും. ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും ഒരു മസലയുടെ വിഷയത്തിൽ, പറാസത്തിന്റെ മസലയുടെ വിഷയത്തിൽ രണ്ടുപേരും കീരിയും പാമ്പുമായിരുന്നു. അതേമായിട്ട് യോജിച്ചു പോകില്ല. ഇബ്നു അബ്ബാസ് ഭയങ്കര ദേഷ്യമായിരുന്നു. രണ്ടുപേരും ഭയങ്കരമായ വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഒട്ടി യോജിക്കാൻ പറ്റൂല. അദ്ദേഹത്തെ ഇദ്ദേഹം യോജിക്കൂല, ഇദ്ദേഹത്തെ അദ്ദേഹം യോജിക്കൂല. വറാസത്തിന്റെ ഒരു മസലയുടെ വിഷയത്തിൽ രണ്ടുപേരും കീരിയും പാമ്പോ. ഒരു ദിവസം ഒരു മയ്യത്ത് കാണാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് വരികയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ വരുമ്പോ പെട്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി ആ കടിഞ്ഞാൻ പിടിച്ച് ഒട്ടകത്തിന്റെ അദ്ദേഹത്തെ കൂടെ കൊണ്ടിങ്ങനെ നടന്നു കൊണ്ടുപോയി ഖിദ്മത്ത് ചെയ്തു. ആരാ? വിരോധിയ, പ്രതിയോഗിയ, ഓർക്കണം. മസലയുടെ വിഷയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. പെട്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി. അത് നിങ്ങളെന്താ ഇങ്ങനെ ചെയ്തത്? ഇബ്നു അമ്മി റസൂലില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിബിധങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ആലിമീങ്ങളെ, മഹാന്മാരെ കണ്ട് ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് എൻ്റെ റസൂൽ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ നിങ്ങളാണ്. ആരാ ഏറ്റവും വലിയ പണ്ഡിതനായി പറയുന്നത്? ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ നിങ്ങളാണ്. നിങ്ങളെ ആദരിക്കലും നിങ്ങളുടെ ഒട്ടകത്തിന്റെ മൂക്കേറ് പിടിക്കലും ഞാൻ വലിയ അഭിമാനമായിട്ട് കാണുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിന്റെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ട് അഹ്ലു ബൈത്തുകളുടെ കൈ ചുംബിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ചുംബിക്കുന്നു എന്ന്. രണ്ടുപേരും കീരിയും പാമ്പുമാണ്, രണ്ടുപേരും വിരോധികളാണ്. ആലോചിച്ച് ഒരു മസലയുടെ വിഷയത്തിൽ. പക്ഷേ ശാരീരികമായി മാനസികമായി അവർക്ക് പൊരുത്താണ്. നമ്മളിത് മുസ്ലിയാക്കന്മാരെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എന്നാൽ കാണുമ്പോൾ എന്തായിരിക്കണം? അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, റാഹത്തല്ലേ, ബർക്കത്തല്ലേ,
അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, മാലിക് ഇമാമ്, ഈ മദ്ഹബുകളൊക്കെ വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞ അവരെന്താ ഷാഫി ഇമാമ് ഹനഫി ഇമാമിനെ നാട്ടിൽ വന്നപ്പോ കുനൂത്ത് ഓതിയില്ല, ബഹുമാനിച്ചിട്ടല്ലേ. അയാൾ കുനൂത്ത് ഓതാത്ത നാട്ടിൽ ഞാൻ എന്തിനു പോണ? അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയാണോ പറയുന്നത്? നമ്മളിന്ന് ആലിമ്യങ്ങൾ കണ്ടല്ലോ, അങ്ങനെയാണോ? മറ്റവൻ നടക്കുന്നു അങ്ങനെയുള്ള അവനൊക്കെ ഇങ്ങനെ ആലിമ്യങ്ങളെ പറയുന്നത്. എന്തിനാ ഇത് പിഴിപ്പ് പാണ്ട് അലക്കാൻ പോകുന്നത്? നമ്മളെ ആലിമ്യങ്ങളല്ലേ. മസലയുടെ വിഷയത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് മസലയുടെ വിഷയത്തിലാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സിഫീൻ യുദ്ധം, ഭയങ്കരമായ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. ബർഗണ്ടൈൻ ചക്രവർത്തി മുആവിയ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി പറഞ്ഞു, അന്ത അഹഖു ബിൽ ഖിലാഫ, ഇങ്ങക്കാണ് ഖിലാഫത്ത് കേട്ടോ, അധികാരം ഇങ്ങക്കാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹുവിന്റെ തല വെട്ടിയെടുക്കാൻ ഞാൻ ആളിനെ വിട്ടുതരാം, റോമൻ സാമ്രാജ്യത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോ ബർഗണ്ടൈൻ ചക്രവർത്തിക്ക് കത്തെഴുതി ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. അലിയാര് തങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പുമാണ്, അവർക്കിടയിലാണ് യുദ്ധം നടക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു എഴുതി, മിൻ അമീരിൽ മുഅ്മിനീൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ ഇലാ കൽബ് ബർഗണ്ടൈൻ, ഇലാ കൽബ് ബർഗണ്ടൈൻ പട്ടിക്ക് ഞാനൊരു കത്തെഴുതുന്നു അമീറുൽ മുഅ്മിനീൻ മുആവിയയിൽ നിന്ന്. ഞങ്ങളുടെ കാര്യം നോക്കാൻ നീ വരേണ്ടതില്ല, അത് എൻ്റെ സഹോദരനാണ്, ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഇത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. അലിയാരിൻ്റെ തല കൊയ്യാൻ നീ വരാൻ തയ്യാറായാൽ ഞാനും അലിയാരും നിന്റെ തലയെടുക്കാൻ ഒന്നാമത്തെ സഫിൽ അവിടെ കാണും, ഓർത്തോളി. അവർ പറഞ്ഞ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ ചെറിയ മസലയുടെ വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അന്ന് കൂഫയിലെ ഗവർണറായിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഗവർണറായിട്ട് പോയ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു 100 മസലയിൽ വ്യത്യാസം, 100 മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആണെന്ന് തോന്നുന്നു, 100 മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല 100 മസലയുടെ വിഷയത്തിൽ. അദ്ദേഹത്തെ ഗവർണറായിട്ട് കൂഫയിൽ നിയോഗിച്ചു. ആരുടെ ഭരണത്തില്? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തില്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, എന്റെ സഹോദരൻ നിങ്ങളുടെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുകയാണ്, നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കണം. ആരാ? ഉമർ റളിയല്ലാഹുവിനോട് ഒട്ടും യോജിക്കാത്ത ആളാ അവിടെ പോയത്. 100 മസലയില് പ്രശ്നമുള്ള ആളിനെ അദ്ദേഹം അവിടെ ഗവർണറായിട്ട് ഏൽപ്പിക്കുന്നത്. എന്നിട്ട് കത്തെഴുതിയാണ് ആ നാട്ടുകാരോട്, എന്റെ സഹോദരൻ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല നാട്ടുകാർക്ക് വസിയത്ത് എഴുതി കൊടുക്കുകയാണ്. എന്താ വിചാരിച്ച സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അത് നമുക്കിടയിൽ വെക്കണം, അത് പരസ്യമാക്കാനല്ല, അത് വെളിയിൽ പറയാനല്ല, അത് വാട്സപ്പിൽ വിടാനല്ല. നാട്ടുകാർ കണ്ടില്ലേ, ഓരോരോ ഇലക്ഷനൊക്കെ നമ്മുടെ ആലിമ്യങ്ങൾക്കിടയിൽ അടിയും വഴക്കൊക്കെ ഉണ്ടായി, കസേര അടിയും തലക്കെട്ടിനടിയും. എന്തിനാണ്? എന്നിട്ട് അത് മൊത്തവും അത് വ്യാപിച്ചു, എല്ലായിടവും വ്യാപിച്ചു. എത്ര നാണക്കേടാണ്! ഇതായിരുന്നില്ല സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ആലിമ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് നമ്മൾ തന്നെ പരിഹരിക്കണം. അതുകൊണ്ട് ഇസ്സത്തുള്ളവരാണ് ആലിമ്യങ്ങൾ, അവരെ ആദരവോടെ ബഹുമാനത്തോടെ കാണണം. അള്ളാഹുവിന്റെ ഇൽമു പഠിച്ചവരാണ്, നബിതങ്ങളുടെ വാരിസീങ്ങളാണ്. ആ വാരിസീങ്ങളെ ബഹുമാനിച്ചാൽ അള്ളാഹു നിങ്ങളെ ബഹുമാനിക്കും. അവരെ അനാദരിച്ചാൽ അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെ അവരെ അനാദരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ സഹായം ഉണ്ടാകണം, ശാരീരികമായി, സാമ്പത്തികമായി. ഈ മക്കളെ ഹാഫിളുകളായി, ആലിമ്യങ്ങളായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ മനം കുളിർക്കെ കണ്ട് നിങ്ങൾ ആസ്വദിക്കണം. ഏതൊരു വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം നടത്തപ്പെടുന്നോ ആ നാട്ടിൽ അള്ളാന്റെ ശാപം ഇറങ്ങൂല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടും ഇതിന്റെ പരിസരത്തും അള്ളാന്റെ ശാപം ഇറങ്ങാതിരിക്കാൻ കാരണമാണ് പരിശുദ്ധമായ ഈ ഗേഹം. അതുകൊണ്ട് ആത്മാർത്ഥമായ നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹായം ആ സ്ഥാപനത്തിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് 1 ലക്ഷം രൂപ ആരോ കൊടുത്തല്ലേ പറഞ്ഞേ? ബഹുമാനപ്പെട്ട നമ്മുടെ വയ്യ മുസ്താദ്, അള്ളാഹു ആഫിയത്ത് ആരെയും കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ മിഥില സഭ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മാതാപിതാക്കളും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ.